ഏറെ ബഹുമാനിയായ ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച പാഠശാലയുടെ ബഹുമാനിയായ MLA CK ഹരീന്ദ്രൻ അവർ, ഈ യോഗത്തിന്റെ അധ്യക്ഷൻ കൈരളി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ചെയർമാൻ ശ്രീമാൻ ജയകുമാർ അവർ, നബാർഡിന്റെ ജനറൽ മാനേജർ, അതിവേദിയിലും സദസ്സനുമായിട്ടുള്ള ഇതിന്റെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, കൃഷിയും അനുബന്ധ മേഖലയും അതുമായി ബന്ധപ്പെട്ട് നബാർഡിന്റെ സഹായത്തോടുകൂടി വെള്ളറടയിൽ ആരംഭിച്ച കൈരളി എന്ന് മുന്നോട്ട് പോകുന്ന ഒരു കമ്പനിയായി മാറിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട MLA രണ്ട് കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത്. കൃഷി, ചില മേഖലകളിൽ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് പല വിധത്തിലായ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ആ മേഖലയിൽ നിന്നും ആളുകൾ പിന്തിരിയുന്ന ഒരു കാലഘട്ടമാണ്. വെള്ളറട ഗ്രാമപഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട കൃഷിയായിരുന്നു നെൽകൃഷി. നമുക്ക് വെള്ളറടയിലെ ജനങ്ങൾക്ക് നെൽകൃഷി കാണണമെങ്കിൽ ഒരുപക്ഷെ പാലക്കാട് ജില്ലയിൽ പോകേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഏത് മേഖലയാണോ അന്യം നിന്ന് പോകുന്നത് ആ മേഖല തിരിച്ചു കൊണ്ടുവരുവാൻ ഏറെ നമുക്കുള്ളത്. നെൽകൃഷി അന്യം നിന്ന് പോയി. ഇപ്പോ നേരത്തെ ഇവിടെ MLA സംസാരിച്ചത് പന വച്ചുപിടിപ്പിച്ച് കരിപ്പെട്ടി ഉപയോഗിക്കുന്ന രീതിയിലുള്ള പദ്ധതി ആവിഷ്കരിക്കണമെന്ന് ബഹുമാനപ്പെട്ട MLA പറഞ്ഞു. ഒരു പന നട്ടുപിടിപ്പിച്ച് അത് നയിക്കണമെങ്കിൽ 25 വർഷം വേണ്ടി വരും എന്നുള്ളത് വലിയ വിഷയമാണ്. ഒരുപക്ഷെ നമുക്കൊക്കെ അത് ചെയ്യാൻ കഴിയുമോ എന്ന് ചിന്തിച്ചാൽ ഒരുപക്ഷെ പുതിയ തലമുറ അല്ലെങ്കിൽ പഴയ തലമുറ പുതിയ തലമുറയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് പോലെയാണ് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു യാഥാർത്ഥ്യം. ഇവിടെ നമുക്കറിയാം, മുട്ട ഉത്പാദന രംഗത്ത്, പാല് ഉത്പാദന രംഗത്ത് നമ്മൾ ഏറെ മുന്നിലാണ്. ഈ രണ്ട് ഉത്പാദനങ്ങളും അതുപോലെ തന്നെ വിപണനവും നമുക്ക് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മുട്ട ഉത്പാദനത്തിൽ നമ്മളുടെ മുട്ടക്കോഴി വളർത്തലുമായി ബന്ധപ്പെട്ട് അവാർഡ് വാങ്ങിയത് നമ്മുടെ പഞ്ചായത്തിലെ ശ്രീമതി M. സുനന്ദയാണ്. തീറ്റയും അതിന്റെ വളർച്ചയും അതിന്റെ പരിചരണവും ഒക്കെ നോക്കുമ്പോൾ ഒരു 40% ലാഭമാണ് അത് ലഭിക്കുന്നത്. 60% ചിലവും 40% ലാഭവുമാണ് ലഭിക്കുന്നത്. എങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ 100 കോഴി വളർത്താൻ കഴിഞ്ഞാൽ
ഒരു ചെറിയൊരു ബിസിനസ്സായിട്ട് സൈഡ് ബിസിനസ്സായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് മുട്ടക്കോഴി വളർത്തലുമായി ബന്ധപ്പെട്ടുള്ളത്. എന്നാൽ തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മുട്ടയ്ക്ക് 5 രൂപ 30 പൈസയും 5 രൂപ 50 പൈസയ്ക്ക് നൽകുമ്പോൾ നമ്മുടെ ഈ കോഴിയുടെ മുട്ട ഒരു 8 രൂപയിൽ കൂടുതൽ വീട്ടിലേക്ക് നമുക്ക് മുതലാക്കാത്ത സാഹചര്യമാണ്. ഒരു ചാക്ക് തീറ്റയ്ക്ക് 1650 രൂപയാണ്. 50 കോഴി വളർത്തുന്ന ഒരാളിന് ഒരാഴ്ചയിൽ 10 ദിവസമാകുമ്പോൾ ആ തീറ്റ 9 ദിവസമാകുമ്പോൾ തീരും. പിന്നെ മുട്ടയും ഇതും കൂടെ താരതമ്യപ്പെടുത്തുമ്പോൾ അതും ഘട്ടത്തിലാണ് പോകുന്നത്. എങ്കിലും ഒരു വലിയ ലാഭമില്ലെങ്കിലും നമ്മൾ എന്തെങ്കിലും സ്വയം തൊഴിൽ കണ്ടെത്തി അതിലൂടെ വരുമാന മാർഗങ്ങൾ കാണാതെ എല്ലാം വാങ്ങി ഉപയോഗിക്കുന്ന തരത്തിലോട്ട് നമ്മൾ മാറിപ്പോകാതെ കുറേയെങ്കിലും കൃഷിയായാലും ഏത് മേഖലയിലായാലും കുറേയെങ്കിലും നമ്മൾ ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകും. ഇവിടെ നബാർഡിന്റെ ജനറൽ മാനേജറുകൾ വന്നു. ഒരു കാലത്ത് ജനറൽ മാനേജറെ കാണാൻ നമ്മൾ എത്ര പ്രാവശ്യം നബാർഡിന്റെ ബാങ്കിൽ പോയാൽ മാത്രമേ കാണാനായിട്ട് കഴിയും. ഇവിടെ ഇങ്ങോട്ട് വന്ന് പദ്ധതികൾ നടപ്പിലാക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകാൻ ബാങ്ക് ഇടപെടുകയാണ്. ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടു കൂടി തന്നെ വിവിധ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു, സബ്സിഡി സ്കീമുകൾ എടുക്കുന്നു. നമ്മൾ ലോൺ ആദ്യമൊക്കെ എടുക്കുമ്പോൾ 1 ലക്ഷം രൂപ ലോൺ എടുക്കുന്ന ആളിന് ലോൺ അടച്ചു തീർക്കാൻ 3 ലക്ഷം രൂപ വേണ്ടി വരുമെങ്കിൽ ഇന്ന് 1 ലക്ഷം രൂപ ലോൺ എടുക്കുന്ന ആളിന് 60% സബ്സിഡി ലഭ്യമാകുന്ന ഒട്ടനവധി സംരംഭങ്ങൾ തുടങ്ങാനുള്ള സംവിധാനം നമുക്കുണ്ട്. എങ്കിൽ പോലും നമ്മൾ അതിലൊക്കെ താല്പര്യം കാണിക്കുന്നില്ല, അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. മീറ്റിങ്ങുകൾ പങ്കെടുക്കുന്നു, അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ആ വിഷയം മറന്നു പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. പക്ഷേ ഓരോ വിഷയങ്ങളെ കുറിച്ച് പഠിക്കുവാനും അതിലൂടെ വരുമാനമാക്കാൻ കണ്ടെത്തുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുവാനും നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഒരു മീറ്റിങ്ങുകളാക്കി ഒന്നും മാറ്റുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് സ്വയം തൊഴിൽ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് സാഹചര്യം നമുക്കുണ്ട്. എല്ലാവർക്കും ഗവൺമെന്റ് ജോലി കിട്ടിയാൽ മാത്രമേ ജീവിക്കാൻ കഴിയൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആഹാരം കഴിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ആ മേഖലയിലുള്ള ആളുകൾക്കും ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ഗവൺമെന്റും പഞ്ചായത്തും ചെയ്യുമ്പോൾ ആ മേഖലയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഞാൻ ബഹുമാനപ്പെട്ട MLA-യോടും നബാർഡിന്റെ മാനേജറോട് സംസാരിച്ചു. വെള്ള ഗ്രാമപഞ്ചായത്ത് സ്വപ്നം കണ്ട ഒരു പദ്ധതിയാണ്. വെള്ള ഗ്രാമപഞ്ചായത്ത് ഒരു വർഷം ക്ഷീര മേഖലയിൽ 35 ലക്ഷം രൂപയാണ് നമ്മൾ നൽകുന്നത്. ഒരു വർഷം, അതായത് 115 പശുക്കൾ വാങ്ങി കൊടുക്കുന്നു, അവർക്ക് കന്നുകുട്ടി പരിപാലനത്തിന് പൈസ കൊടുക്കുന്നു, ആ ക്ഷീര മേഖലയിലുള്ള ആളുകൾക്ക് ഇൻസെന്റീവ് നൽകുന്നു. ഇങ്ങനെ 10, 35, 40 ലക്ഷം രൂപ ഒരു വർഷം നമ്മൾ തൊഴുത്ത് നിർമ്മാണത്തിന് പൈസ കൊടുക്കുന്നു. അങ്ങനെ ഒരു 40 ലക്ഷം രൂപയാണ് ഒരു വർഷം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ക്ഷീരമേഖലയിൽ നൽകുന്നത്. പക്ഷേ ആ ക്ഷീരമേഖലയിൽ നൽകുന്ന പൈസ കൊണ്ട് പാലുൽപാദനം കൂട്ടാൻ കഴിയുന്നില്ല, കന്നുകുട്ടി പരിപാലനത്തിന് എണ്ണം കൂട്ടാൻ കഴിയുന്നില്ല, ഒരു മേഖലയിൽ മാറ്റം വരുത്താനായിട്ട് കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് ഗ്രാമപഞ്ചായത്ത് 2-3 ഏക്കർ സ്ഥലം വാങ്ങി 10-100 പശു വാങ്ങി നമ്മുടെ പഞ്ചായത്തിലുള്ള ഉടനീളം ഇവിടെ കുടുംബശ്രീ സംവിധാനമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹരിതകർമ്മസേനയുണ്ട്. അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ വീട്ടിലും ശുദ്ധമായ വെള്ളട പഞ്ചായത്ത് ഉത്പാദിപ്പിക്കുന്ന പാല് വിപണനം നടത്തി അവർക്ക് 50-60 സ്വരുക്കൾ കൊടുക്കുന്ന വലിയൊരു സംവിധാനത്തിന് നമ്മൾ ആരംഭിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ നമുക്കറിയാം, നമുക്കിപ്പോ സാമ്പത്തികമായി വളരെയേറെ പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുന്നു. ഗ്രാമപഞ്ചായത്തുകൾക്ക് പദ്ധതി വിഹിതത്തിന്റെ കുറവ്, ഏറെ വികസന പ്രവർത്തനം നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ക്ഷീരമേഖലയായാലും വെറ്ററിനറി സെക്ഷനുമായി ബന്ധപ്പെട്ട്, കൃഷിയുമായി ബന്ധപ്പെട്ട്, കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട്, ഒട്ടനവധി തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടൊക്കെ 4 മേഖലയും കൂടി ഒന്നായി നിന്നുകൊണ്ട് പദ്ധതികൾ ആവിഷ്കരിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന സാഹചര്യങ്ങളും ഗ്രാമപഞ്ചായത്തുകൾക്കുണ്ട്. പക്ഷേ അവിടെ അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിയാത്ത ഒരു സാഹചര്യം ചുവര് ഉണ്ടെങ്കിൽ മാത്രമേ ചിത്രം വരയ്ക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്നത് പോലെ നമുക്ക് ചുവര് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ടാണ് ആ പദ്ധതികൾക്ക് നടപ്പിലാക്കാനും കഴിയാറ്. ഇവിടെ ഏറ്റവും വലിയ മേഖലയാണ് മിൽമ. ആ മിൽമയേക്കാൾ എത്രയോ മുന്നിലായിരിക്കുന്നു മുരളിയെ പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വളരെയേറെ ആളുകൾക്ക് ഗുണകരമാകുന്നു, വളരെയേറെ ആളുകൾക്ക് ജോലി കൊടുക്കാൻ കഴിയുന്നു. എന്തുകൊണ്ട് ഒരു പഞ്ചായത്തിന് ആ സംരംഭം ആരംഭിച്ചുകൂടാ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുള്ളത്. പക്ഷേ നബാർഡ് പറഞ്ഞത് ഗ്രാമപഞ്ചായത്തിന് ഒരു ലോൺ നൽകാൻ കഴിയില്ല, ഇതുപോലെയുള്ള സംരംഭങ്ങൾ തുടങ്ങിയാൽ അവർക്ക് ലോൺ നൽകാൻ കഴിയും എന്നാണ് പറയുന്നത്. അപ്പോൾ
ഓരോ മേഖലയ്ക്കും അതിൻ്റെതായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വ്യക്തിഗതമായി നിങ്ങൾക്ക് ലോൺ ചെയ്യാൻ അതിനുള്ള അവസരമുണ്ട്. പക്ഷെ ഗ്രാമപഞ്ചായത്തിന് ആ പദ്ധതി നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. അങ്ങനെ വിവിധ മേഖലകളിലും വിവിധ വിഷയങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സ്വന്തമായി സ്വന്തം കാര്യം നിൽക്കാൻ എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ചുള്ള സെമിനാറുകൾ പങ്കെടുക്കുമ്പോൾ അത് മനസ്സിലാക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാനും എന്നിവിടെ പങ്കെടുത്ത ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥ ആശംസകളും എല്ലാവരുമായ ഭാവം കൊണ്ട് ഈ കൈരളി ഭാവം ഗ്രൂപ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഗ്രാമപഞ്ചായത്തിനായുള്ള എല്ലാ പിന്തുണയും ഉണ്ടാകും എന്ന് അറിയിച്ചുകൊണ്ട് എല്ലാ നന്ദി, നമസ്കാരം.